യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ പ്രഫുൽ കൃഷ്ണൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രഫുൽ കൃഷ്ണ ഈ ദുരന്ത ബാധിത മേഖലയിൽ പല രാഷ്ട്രീയ സംഘടനകളും പല വിധത്തിലുള്ള സഹായങ്ങൾ എത്തിക്കുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇവിടെയുള്ളത്. ആ സമയത്ത് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇവിടെ നേരിട്ടെത്തിയിരിക്കുന്നു. പ്രഫുൽ, നമസ്കാരം. എന്താണ് ഇപ്പം സംഘടനയുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു സഹായങ്ങളുടെ കാര്യത്തിൽ എന്താണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? രാജ്യം ഒരൊറ്റ മനസ്സായി ഈ മഹാദുരന്തത്തെ അതിജീവിക്കാനുള്ള പരിശ്രമത്തിലാണ്. അതിൽ രാഷ്ട്രീയമെന്നോ ജാതിയോ മതമോ ഒന്നുമില്ല. ഒറ്റക്കെട്ടായി മനുഷ്യരായി നിന്നുകൊണ്ട് നമ്മൾ ഇതിനെ അതിജീവിക്കുകയാണ്. കാരണം വളരെ ഗൗരവമായിട്ടുള്ള, കാരണം നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോഴും മിസ്സിംഗ് ആയിട്ടുള്ളത്. അതിഭയാനകമായിട്ടുള്ള സാഹചര്യം, ഇത് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സാഹചര്യം. അപ്പൊ ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പട്ടാളത്തിന്റെയൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ സമയത്ത് ഈ പ്രദേശത്ത് ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഹെൽപ്പ് ഡെസ്കുകളുണ്ട്. ഇവിടത്തേക്ക് വയനാട്ടിലേക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ കേരളമെമ്പാടും ഞങ്ങൾ കളക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതൊക്കെ വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ പ്രദേശത്ത് തന്നെ ഇപ്പോൾ മാധ്യമ പ്രവർത്തകർ, അതുപോലെയുള്ള രക്ഷാപ്രവർത്തകർ, ഇവർക്കൊന്നും മൊബൈലോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ക്യാമറകളോ ഒന്നും ചാർജ് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. കാരണം വൈദ്യുതി ബന്ധം പോലും വിച്ഛേദിക്കുകയാണ്. ഇപ്പൊ ഞങ്ങളൊരു മൊബൈൽ പോയിന്റ് തയ്യാറാക്കുന്നു. 50 മൊബൈൽ ഫോണുകൾ ഒരേ സമയത്ത് ചാർജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും ആ സേവനം ഉപയോഗപ്പെടുത്താം. അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമ്മൾ ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടെ നമ്മൾ ഈ ഒരു പ്രതിസന്ധിയെ നേരിടും, നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും. അപ്പോ ഈ ഒരു വലിയ ദുരന്തത്തിന്റെ മുന്നിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ സഹോദരങ്ങളാണ് ഇവിടെ ഈ ഒരു ദുരന്തത്തിൽപ്പെട്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി ഏതറ്റം വരെയും നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടുമെന്ന് തന്നെയാണ് പ്രഫുൽ പറയുന്നത്.